Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Okay. Yeah, how are you all? Fine, ma'am. Fine, ma'am. Fine, ma'am. Okay. സുഖാണ് എല്ലാവർക്കും. Yeah, okay. Then, first of all, I introduce myself. Okay. I'm Ashwati, your English teacher. Okay. So, nice to meet you all. Same to you, ma'am. Thank you, ma'am. ടീച്ചർ Thank ഞാൻ you. ഇപ്പൊ Thank you, കയറിയതേ ma'am. ഉള്ളൂ, ഒന്നുകൂടെ ഒന്ന് ക്ലാസ് പറയൂ. Okay. നമുക്ക് start ചെയ്യാം with prayer, start of the day and signing. Okay, എല്ലാവർക്കും അറിയാലോ? Yes, Okay, ma'am. ma'am. അറിയാം. Okay, let's start. Okay, ma'am. Okay, starting ഉള്ളൂ കേട്ടോ. ആരെ prayer ആരാ ചൊല്ലാം? Madam, ഞാൻ prayer ചൊല്ലാം. Okay. Yeah, Siji. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമീയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം എന്നും വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചുവടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മെ വാഴുമാദിനാമം എന്നും വാഴ്ത്തിടാം. Okay, yeah, okay, Siji. Then thought of three or signing. ഞാൻ ചെയ്യാം, മാം. ഒരു പാട്ട് പാടോ? Okay. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യം പോലെ എന്നുയിരിൻ
കുമ്പിളിലെ കുഞ്ഞുണ്ണിയല്ലേ മാറി നീയം ചായും നേരം മാനിൻ കുഞ്ഞായി മാറും നേരം വെള്ളി നിലാവാകും നീ ഞാനും നല്ലൊരു ചാമരത്തിന്നലും ചാമരം വീശി വന്നോരോരം ആലില മഞ്ചമൊരുക്കിയിരുന്നു മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കിന്നു മുറങ്ങിടാൻ ഒരു ചിപ്പിയണിയമ്മ കാൽത്തളയിൽ കൈവളയിൽ കിളുകിളങ്ങി കളിയാടി വരും നേരം കാതോർത്തിരുന്നിടമ്മ പിച്ച പിച്ച വെക്കും കൺമണിയേ ഇമ്മിഴി തന്നിലെ കൃഷ്ണമണി. താങ്ക് യു. Okay, Rituja, then താങ്ക് യു മാം. okay, next എന്താ? Thought of the day. Yeah, okay, can you? Thought of the day. Peace begins with a smile. ഒരു പുഞ്ചിരിയിൽ നിന്നാണ് സമാധാനം ആരംഭിക്കുന്നത്. മദർ തെരേസ. Yeah, okay. Just wait a second. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പറയുമ്പോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ്. ബാക്കി എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ കണ്ടു അല്ലേ? മീറ്റിംഗ് ആയിരുന്നോ? ഇംഗ്ലീഷ് ടീച്ചറിന്റെ മീറ്റിംഗ് ആയിരുന്നോ? അതെ മാം. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവേ ഒരു പേടിയാണ് അല്ലെ? അപ്പൊ പിന്നെ ഇംഗ്ലീഷ് ടീച്ചറെയും ചെറിയൊരു പേടി ഉണ്ടാകാം, സ്വാഭാവികമാണത്. എല്ലാവർക്കും ഉണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ടാവാൻ ചിലപ്പോൾ ഒരു പേടിയാണത്. ഓക്കെ, സോ അതുകൊണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. എല്ലാവരും വിചാരിക്കുന്നത് അയ്യോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊരു ടെൻഷൻ ഉണ്ടോ? സത്യം പറഞ്ഞോട്ടോ, ടെൻഷൻ ഉണ്ടോ ഇല്ലയോ? ഇല്ല, കുറച്ച് പേര് ഉണ്ടെന്ന് പറയുന്നു, കുറച്ച് പേര് ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ഇല്ല കേട്ടോ, വേണ്ട കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ ആചാരങ്ങളൊന്നും നമ്മുടെ ക്ലാസ്സിൽ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. പിന്നെ എന്താണ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് അല്ലേ, കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ചുമ്മാ നമുക്കൊന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ പോവാം. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, കൂടായിട്ടിരിക്കും. ഓക്കെ, ക്ലാസ്സില് എന്താണ് ക്വാളിഫിക്കേഷൻ, ക്വാളിഫൈഡ് ആയവരുണ്ടാകാം, ഗ്യാപ്പ് ഉള്ളവരുണ്ടാകാം അല്ലെ, അത്യാവശ്യം മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടാകാം. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് അല്ലെ? അതെല്ലാ ക്ലാസ്സും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഓരോ മോണ്ടിസോറി കോഴ്സിലും ഓരോ ബാച്ചും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് കമ്പൽസറി ആക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ ഇപ്പൊ അല്ലെ? ക്വാളിഫൈഡ് ആയവര് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പിടിച്ചിരിക്കും അവര്. പക്ഷെ ഒട്ടും അറിയാത്തവരെങ്ങനെ പിടിച്ചിരിക്കാനാ അല്ലെ? അപ്പൊ പേടിയായിരിക്കും സംസാരിക്കാനായിട്ട്. സോ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ അങ്ങനത്തെ ആചാരമില്ല, നമ്മൾ വേണ്ടാന്ന് വെച്ചു. ചുമ്മാ പറയാട്ടോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം ഇംഗ്ലീഷ് ക്ലാസ്സിൽ പൊതുവേ നമ്മൾ ഇപ്പോ ക്ലാസ്സിൽ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. ഐ തിങ്ക് 60 above സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഇവരെല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ് അല്ലെ? ഗ്യാപ്പ് ഉള്ളവർക്കും ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കും അല്ലെ, ഇപ്പോ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാം പക്ഷെ സംസാരിക്കാൻ അറിയില്ല മിസ്റ്റേ എന്ന് പറയുന്നവരുണ്ട്.
ബേസിക് അറിയാത്തവരുണ്ട്, ഗ്രാമർ അറിയാത്തവരുണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നതാണ് എന്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അതും ഇംഗ്ലീഷിനോട് പേടിയില്ലാതെ തന്നെ പഠിക്കണം. ഇപ്പൊ എല്ലാവരും ക്ലാസ്സിൽ വന്നിരിക്കുന്നത് ഞാനൊക്കെ പഠിക്കും അങ്ങനെയായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാ. ക്ലാസ്സിൽ കയറുമ്പോഴോ ടീച്ചർ ഇംഗ്ലീഷ് ആയിരിക്കുമോ, ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഇംഗ്ലീഷിന് മറുപടി പറയേണ്ടി വരുമോ, ഒന്ന് ടെൻഷൻ അടിച്ചായിരിക്കും ക്ലാസ് ഫുള്ള് അറ്റൻഡ് ചെയ്യുക. അപ്പൊ പഠിപ്പിക്കുന്ന ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, കാരണം ഫുൾ ടൈം ടെൻഷൻ ആയിരിക്കും. പെട്ടെന്ന് ഞാൻ അവരുടെ പേരൊന്ന് വിളിച്ചു നോക്കട്ടെ, പിന്നെ ടെൻഷൻ അങ്ങോട്ട് കൂടും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്ത് മലയാളത്തില് മനസ്സിലാക്കി ക്ലാസ് അറ്റൻഡ് ചെയ്യാം. കാരണം ഒട്ടും ഗ്രാമർ അറിയാത്തൊരു ക്ലാസ്സിൽ ഉണ്ടാകാം, ഒട്ടും. ഇനി അറിയാവുന്നവരാണെങ്കിൽ തന്നെ മറന്നു പോയവരുണ്ടാകാം. അപ്പൊ എങ്ങനെയെങ്കിലും ഈ കോഴ്സിലൂടെ തന്നെ എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം, എനിക്ക് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വന്നിരിക്കുന്നവരാണ് എല്ലാവരും. ഓക്കെ, അവരെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിപ്പിക്കില്ല. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ നോക്കാട്ടോ. ആരും അൺമ്യൂട്ട് ചെയ്യരുത്. അങ്ങനെ അൺമ്യൂട്ട് ചെയ്താല് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക, അതിനുശേഷം മ്യൂട്ട് ചെയ്യാം, മറക്കരുത് മ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയമുണ്ട്. ഓക്കെ, സോ ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും എനിക്കൊന്ന് പരിചയപ്പെടണ്ടേ, എനിക്ക് അറിയില്ല നിങ്ങളെയൊന്നും. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനി അങ്ങോട്ട് നമ്മൾ ഇനിയും കാണേണ്ടവരാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ശരി, പക്ഷെ ഇനിയും ഞാൻ ഓർക്കണമെന്നില്ല കേട്ടോ. എന്നാലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും പറയാം, മലയാളത്തിൽ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ സംസാരിക്കാവുന്നതാണ്. പിന്നെ പറയേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നിങ്ങളുടെ പേര് പറയാ, നിങ്ങൾ എവിടെ നിന്നാണെന്ന് പറയാ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറയാ. ഇംഗ്ലീഷ് ബിഗിനർ ഓർ ഇന്റർമീഡിയറ്റ് ലെവൽ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ എന്താ തോന്നുക, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ഇംഗ്ലീഷിനെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ അബൌട്ട് ഇംഗ്ലീഷ്, യുവർ ഇംഗ്ലീഷ്. ഓക്കെ, എന്തൊക്കെയാണ് അതൊന്ന് ഷെയർ ചെയ്യും. ഓക്കെ, റെഡി ആണോ എല്ലാവരും? വിതൗട്ട് എനി ഫിയർ എന്തും എന്നോട് സംസാരിക്കാവുന്നതാണ്, കൂളായിട്ട് സംസാരിക്കും. ഓരോരുത്തരായിട്ട് ഞാൻ വിളിക്കില്ല ആരെയും, നിങ്ങൾ തന്നെ പറയാ, അല്ലെങ്കിൽ നിങ്ങൾ പേര് ടെക്സ്റ്റ് ചെയ്താലും മതി. ഓരോരുത്തരായിട്ട് പേര് ടെക്സ്റ്റ് ചെയ്യാൻ ഞാൻ വിളിക്കാം. അതായത് എല്ലാവരും കൂടി വരുമ്പോ എനിക്ക് ഒന്നും കേൾക്കാൻ മതി, എനിക്ക് മനസ്സിലാവേം കൂടി ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവര് എല്ലാവരും പേര് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ഞാൻ ഓരോരുത്തരെയും വിളിക്കാം, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, യാ ഫസ്റ്റ് നന്ദന. യാ നന്ദന പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. യാ ഗുഡ് ആഫ്റ്റർനൂൺ. ഇതെന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ക്ലാസ് മാമിന്റെ ആണ്. ഗൂഗിൾ ക്ലാസ് റൂം അപ്ഡേറ്റഡ് അല്ലാത്ത കാരണം കഴിഞ്ഞ 3 ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഐ എം ഫ്രം മാഴത്തൂർ, പട്ടാമ്പി, പാലക്കാട് ഡിസ്ട്രിക്ട്. ഞാനിപ്പോ PG MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PG കംപ്ലീറ്റ് ചെയ്തിട്ട് ഫോർത്ത് സെം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. BA ചെയ്തത് ഇംഗ്ലീഷിലായിരുന്നു. സോ ഇംഗ്ലീഷ് എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിലെ കാണാൻ പറ്റിയതിൽ വളരെയധികം ഹാപ്പി. സോ താങ്ക് യു. അപ്പൊ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് പറയൂ. ഇംഗ്ലീഷ് എങ്ങനെയാണ്? അറിയാം, ഗ്രാമർ ഒക്കെ അറിയാം, ഓക്കെ ആണ്? മാം കുഴപ്പമില്ല, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, യാ. Then next Anuja. Yeah, Anuja. Hello ma'am. Yeah, okay. Where are you? Ma'am, എൻ്റെ പേര് അനുജ. I am from Vaikem, കോട്ടയം. ഞാൻ BCA ഗ്രാജുവേറ്റ് ആണ്. ഇംഗ്ലീഷ് കുഴപ്പമില്ല, അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ കോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. BCA നടത്തുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ഓക്കെ ആണ്. യെസ്, വെരി ഗുഡ്. അത്യാവശ്യം കുഴപ്പമില്ല, സംസാരിക്കുകയൊക്കെ ചെയ്യും, കുഴപ്പമില്ല. ഇംഗ്ലീഷിനോട് പേടിയില്ല. യാ, വളരെ നല്ല കാര്യം. ഇംഗ്ലീഷ് അറിയാവുന്നതാണ്. ഓക്കെ, യാ, ഓക്കെ അനുജ. പെട്ടെന്ന് പോവാം കേട്ടോ. ഓക്കെ, ഓക്കെ, ഒരുപാട് പേരുണ്ടല്ലോ. ഓക്കെ, യാ, നെക്സ്റ്റ് ഗോപിക. ഹായ് മാം, ഞാൻ ഗോപിക എസ് നായർ ഫ്രം കൊല്ലം.
ഡിഗ്രി കംപ്ലീറ്റഡ് അല്ല, BA ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷെ ഒത്തിരി ഗ്യാപ്പ് ഉണ്ട്. ഏതാണ്ട് 18 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതായിട്ട്. എന്റെ മോന് 19 വയസ്സായിട്ടുണ്ട് മൂത്താൾക്ക്. അതുകൊണ്ട് പിന്നീട് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. പിന്നെ PSCക്ക് ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്, PSCയുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ല, ഗ്രാമറൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് വിശ്വാസം. പേടിയില്ല. പേടി. Okay, ma'am. ഓക്കെ, Thank you. പഠിക്കുന്നുണ്ടല്ലോ. പേടിയൊന്നും ആ മനസ്സില്ല. ഓക്കെ, ഗോപിക. Then സിജികല എന്നാണോ പേര്? ഞാൻ പേര് പറയുന്നില്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. സിജികല എവിടെ? ആളെവിടെ? സിജി ആരാ? പ്രയർ ചൊല്ലിയ ആളല്ലേ? എവിടെ പോയോ? ഇല്ല, ആളില്ല. ഓക്കെ, then സരിമോൾ. ഷാരിമോൾ ആണോ? യെസ് മാം, ഷാരിമോൾ. ഷാരിമോൾ. ഓക്കെ. ഓക്കെ മാം, ഞാൻ പാണാവള്ളി, ചേർത്തല പാണാവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണുള്ളത്. ഞാൻ BCom ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നേവൽ ബേസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ഓഫീസിലിരിക്കുവാണ്. ഓഫീസിലാണ്. ലഞ്ച് ബ്രേക്കിന്റെ ടൈമാണ്. ആ ടൈമിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതാണ്. ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ല, എന്നാലും ഗ്രാമറൊക്കെ അത്രയധികം ഫ്ലുവൻ്റ് അല്ല. ഇതിൽ നിന്ന് പഠിക്കാന്നുള്ളൊരു പ്രതീക്ഷ. ഓക്കെ. ഷാരിമോൾ വർക്കിംഗ് ആണ്, അപ്പൊ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ശരി. രശ്മി. ഹായ് മാം. ഹലോ, ഞാൻ എന്റെ പേര് രശ്മി. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഡിപ്ലോമ ആയിരുന്നു DMLT പഠിച്ചത്. പിന്നെ കുഞ്ഞായപ്പോഴത്തേക്കും വർക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പൊതുവെ ഞാൻ മലയാളം മീഡിയത്തില പഠിച്ചു വന്നത്, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് പാടാണ്. ഗ്രാമറൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാ. പിന്നെ ഈ ക്ലാസ്സിലൂടെ എനിക്ക് പഠിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പഠിക്കും, വിചാരിക്കണ്ട, പഠിക്കും. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. ഹലോ മാം. ലുദിയ. ഹായ് മാം, ഞാൻ വരുന്നത് കുന്നംകുളത്ത് നിന്നാണ്, തൃശ്ശൂര്. ഞാൻ PG കഴിഞ്ഞതാണ്. PG MSc അപ്ലൈഡ് സൈക്കോളജി ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒക്കെ ഒന്ന് മറന്ന പോലെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഒന്നുകൂടി സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനത്തെ ഞങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഇമ്പ്രൂവ്മെന്റ് വേണമല്ലോ. അത് എനിക്ക് എന്തായാലും ഈ ക്ലാസ്സിലൂടെ കിട്ടും. നോക്കാം നമുക്ക്. ഓക്കെ. ഐശ്വര്യ. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. മാം, ഞാൻ ഇവിടെ UAE നിന്നാണ്. ഞാൻ അബുദാബി നിന്നാണ് കേട്ടോ. ഞാൻ MSW പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഫാമിലി ആൻഡ് ചൈൽഡ് കൗൺസിലിംഗ് ആണ് ഡിപ്ലോമ എടുത്തത്. പിന്നെ ഞാൻ ഡിഗ്രി ലിറ്ററേച്ചർ ജേർണലിസം ആയിരുന്നു. കുഴപ്പമില്ല, ഇംഗ്ലീഷ് പേടിയില്ല, കുഴപ്പമില്ല. ഹലോ മിസ്. എന്റെ പേര് ആൻസി രാജ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. DCA കഴിഞ്ഞിട്ട്, ഞാൻ +2 കഴിഞ്ഞിട്ട് DCA ആണ് പഠിച്ചത്. ഇംഗ്ലീഷ് ചെറുതായിട്ടൊക്കെ അറിയാം, വായിക്കാൻ എഴുതാനൊക്കെ അറിയാം, ചെറുതായിട്ട് പറയാനും അറിയാം. താങ്ക് യു. രജിഷ. ഓക്കെ, നെക്സ്റ്റ് അഷിത. ഹലോ മാം. ഓക്കെ, അഷിത. അഷിത എന്നല്ലേ പേര്? അഷിത. ഞാന് +2 കഴിഞ്ഞു, പിന്നെ അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു. ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ചെറിയ കുട്ടിയുണ്ട്, അപ്പൊ വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ മോണ്ടിസറി പഠിക്കാൻ തുടങ്ങണം. ഇംഗ്ലീഷ് പേടിയൊന്നുമില്ല, കുഴപ്പമില്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ അഷിത. അഞ്ജു. അശോക്. ഹായ് മാം. ഹായ്. എൻ്റെ പേര് അഞ്ജു അശോക്. എൻ്റെ സ്ഥലം പത്തനംതിട്ട കോന്നിയാണ്.
ഞാൻ +2 കഴിഞ്ഞിട്ട് DMLT ആയിരുന്നു. പിന്നെ കുറെ ഗ്യാപ്പ് വന്നു. ഇപ്പൊ ഇംഗ്ലീഷ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ എന്നുണ്ടെങ്കിൽ എഴുതാനും വായിക്കാനും അറിയാം. പക്ഷേങ്കില് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കാനും കുറച്ച് ഗ്രാമറും അറിയില്ല. ഓക്കെ അഞ്ജു, നമുക്ക് സെറ്റ് ആക്കാം. താങ്ക് യു. ഓക്കെ, സുചിത്ര. ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സുചിത്ര, പാലക്കാട് ചെർപ്പളശ്ശേരി എന്നാണ് വരുന്നത്. ഡിഗ്രി എടുത്തിട്ടുണ്ട്, BA എക്കണോമിക്സ് ആയിരുന്നു. എഴുതാനും വായിക്കാനും നമുക്ക് മീനിങ്സ് ഒക്കെ മനസ്സിലാവും. പക്ഷെ ഇത് പറയുമ്പോൾ ഗ്രാമർ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഗ്രാമറാണ് പ്രശ്നം. അതെ അതെ. ഓക്കെ സുചിത്ര. താങ്ക് യു മാം. അമൃത. ഹായ് മാം, ഐ എം അമൃത. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ ഞാൻ PG കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് ഈ പറഞ്ഞ പോലെ തന്നെ എഴുതാനും വായിക്കാനും എല്ലാം അറിയാം. പക്ഷെ പറയുമ്പം കുറച്ച് ഗ്രാമറിന്റെ ആ ഒരു പ്രശ്നം ഉണ്ട്. പിന്നെ ഫോറിൻ അക്കൗണ്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലി ചെയ്തോണ്ട് തന്നെ ഇരുന്നുണ്ട് തന്നെ. അപ്പം കുട്ടികളായതുകൊണ്ട് ഇപ്പം പോകുന്നില്ല. അപ്പൊ ഏതായാലും മോണ്ടിസറി ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ മാം. ഗ്രാമർ അറിയില്ല. ഗ്രാമർ അറിയാം, പക്ഷെ എന്നാലും പറയുമ്പോ ഒരു ടെൻഷനാണ്, ആ ഒരു പ്രശ്നം. ഓക്കെ, മനസ്സിലായി. ഓക്കെ ഓക്കെ അമൃത. രമ്യ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാൻ ആലപ്പുഴയിൽ അരൂരിൽ നിന്നാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് MCOM-ല്. മാത്രമല്ല ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. കുഴപ്പമില്ല, എനിക്ക് ലാംഗ്വേജസ് എല്ലാം ഇഷ്ടമാണ്. സോ ഇംഗ്ലീഷ് വലിയ പേടിയായിട്ടൊന്നും തോന്നുന്നില്ല, ഇഷ്ടമാണ്. താങ്ക് യു. ഓക്കെ രമ്യ. ഓക്കെ, നെക്സ്റ്റ് നികിത. യെസ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ നികിത. മാം, എൻ്റെ പേര് നികിത. ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്, BA എക്കണോമിക്സ് ആയിരുന്നു. ഇപ്പൊ വർക്കൊന്നും ചെയ്യുന്നില്ല. PSC കോച്ചിങ്ങിന് കുറച്ച് നാൾ പോയിരുന്നു. ഇംഗ്ലീഷ് പേടിയൊന്നുമില്ല, പക്ഷെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഗ്രാമർ അത്യാവശ്യം കുട്ടികളെല്ലാം പഠിപ്പിക്കുന്നത് കൊണ്ട് കുറച്ചെല്ലാം അറിയാം. ഓക്കെ, താങ്ക് യു മാം. അനുമോൾ. മാം ഹലോ മാം, ഞാൻ തൊടുപുഴയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ BSc B.Ed ആണ്. ഇപ്പം PSCയുടെ കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഇരുന്ന് പഠിക്കുകയാണ്. ഇംഗ്ലീഷ് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്, പക്ഷെ സ്പീക്കിംഗ് ആണ് കുറച്ച് ബുദ്ധിമുട്ട്. എഴുതാനും വായിക്കാനും ഒന്നും കുഴപ്പമില്ല, സ്പീക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗ്രാമറും കുഴപ്പമില്ല, ഇഷ്ടമാണ്. താങ്ക് യു. ജയശ്രീ. ജയശ്രീ എവിടെ? Good afternoon, ma'am. I'm Jayashree from Ernakulam district, Parur. I have 3 kids, 2 boys and 1 girl. Moothal 9th standard, 6th and LKG, and BCom CA passed miss. And English ഇഷ്ടമാണ്. സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ ഗ്രാമർ മിസ്റ്റേക്സ് വരാറുണ്ട്. ഇപ്പൊ പിള്ളേര് ഇതേപോലെ തന്നെ കളിയാക്കും, അവരെ പഠിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെന്താ, പറൂര്, നോർത്ത് പറൂര്, മന്നം പ്ലേസ് ആണ്. അത് ആലുവ റൂട്ട്, തത്തപ്പള്ളി. അറിയാം, ഇവിടെയാണ്, അടുത്ത് തന്നെയാണ്. മാമിന്റെ വീട് പറൂര് തന്നെയാണ്. കുട്ടികൾ ഇൻഫന്റീസസിലാണ് പഠിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവും എന്തായാലും മാമിന്റെ ക്ലാസ്സിൽ. ട്രൈ ഫോർ മൈ ബെസ്റ്റ്. താങ്ക് യു. രശ്മി. ഹായ് മാം, എൻ്റെ പേര് രശ്മി. ഞാൻ ആലപ്പുഴ ചെങ്ങന്നൂർ 4.
+2 വരെ പോയിട്ടുള്ളൂ, പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഏകദേശമൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ കുറേയൊക്കെ അറിയാം. എന്നാലും ഒരു പേടിയായിട്ടില്ല. പക്ഷെ ഗ്രാമറൊക്കെ വരുമ്പം മിസ്റ്റേക്ക് ഇന്നടുത്ത് ചേർക്കേണ്ടത് എന്തുവാ അതൊക്കെ വരുമ്പോൾ ഒരു ഡൗട്ട്. ഇംഗ്ലീഷ് ഇഷ്ടമാണ്, പക്ഷേ ഇതുപോലെ വായിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. പറയാൻ എല്ലാം മനസ്സിലുണ്ട്, പക്ഷെ അത് എങ്ങനെയാ നമുക്ക് പുറത്തോട്ട് എങ്ങനെ പറയണം, അത് ഇംഗ്ലീഷിലാക്കിയത് അത് കറക്റ്റ് അറിയത്തില്ല. പിന്നെ കുറേ വർഷം ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. +2 കഴിഞ്ഞിട്ട് ഉടനെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞിട്ടൊന്നും പോയുമില്ല. അതുകൊണ്ട് അത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് പിന്നെ മോനുണ്ട്. മോനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടൊരു ഇതേ ഉള്ളൂ. ഓക്കെ മാം. നെക്സ്റ്റ് ശ്രുതി ശ്യാം. ഹലോ മാം, എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഞാൻ ആലപ്പുഴക്കാരിയാണ്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് DRIT പഠിക്കുമായിരുന്നു. മാരീഡ് ആണ്, 2 മക്കളുണ്ട്. മൂത്താള് UKG, ഇളയാള് പ്ലേ ക്ലാസ്സിൽ പഠിക്കുന്നു. ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പേടിയാണ്. കാരണം പഠിച്ചതൊക്കെ മലയാളം മീഡിയത്തിലായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അധികം കൈകാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമെങ്കിലും അങ്ങനെ സംസാരിക്കാനോ ഒന്നും പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട്. മാമിന്റെ ക്ലാസ്സിലൂടെ ഇംഗ്ലീഷ് പഠിക്കുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്തോ മാം? മാമിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് മോട്ടിവേറ്റ് ആയി. Next, Likita. Hello, ma'am. Yeah, okay, Likita. My name is Likita, coming from Palakkad. Okay. Okay. എനിക്ക് 2 പിള്ളേരുണ്ട്. മൂത്താള് 2ലാണ്, ചെറിയ ആള് 4 മാസമായിരിക്കുന്നു. ഇതുപോലെ ഇംഗ്ലീഷ് വായിക്കാനും കുഴപ്പമൊന്നുമില്ല, പറയാനും കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവും. നമ്മൾ എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും. പിന്നീട് നമ്മൾ ചിന്തിക്കണം അടുത്തത് എന്ത് പറയണം എന്നുള്ളത്. പിന്നെ മാം ഒരു കാര്യം കൂടി, ഞാൻ അറിയാണ്ട് എന്റെ കയ്യിൽ നിന്ന് ആരോ ഒരാൾ സംസാരിച്ചപ്പോ ഒരു ഇമോജി പോയായിരുന്നു. അതൊരു സ്മൈലായിരുന്നു. അത് സോറി പറയണ ആളോട്. ഇമോജി നന്നായിട്ട് ചിരിച്ച വേറെ എന്തോ ഇട്ടായിരുന്നത്. കഴിഞ്ഞ മിസ്റ്റേക്കിന് വന്നു പോയതാണ് അത്. ഓക്കെ മാം, താങ്ക് യു. Induja. Hi, ma'am. Yeah. പറയൂ Induja. എൻ്റെ പേര് വിന്ദുജ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു മോനുണ്ട്, LKG പഠിക്കുന്നു. പിന്നെ എനിക്ക് +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒരു സാഹചര്യം കൊണ്ട്. പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ ക്ലാസ് എല്ലാം പഠിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞു. എന്നിട്ട് വീട്ടിലിരുന്നിട്ട് യൂട്യൂബ് എല്ലാം കണ്ട് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് എല്ലാം കുറച്ച് നമ്മൾ അത്യാവശ്യം സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് എല്ലാം ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള രീതി മാത്രം അറിയാം. പക്ഷെ അല്ലാണ്ട് ഗ്രാമർ കൂട്ടിയിട്ട് എങ്ങനെ അതത്ര പിടുത്തില്ല. അതുകൊണ്ട് ഈ ക്ലാസ്സിലോട് എല്ലാം പഠിക്കാമെന്ന് വിശ്വസിക്കുന്നു. വിശ്വാസമാണല്ല. ഓക്കെ Induja. Thank you, ma'am. Then Hasna. Yes, ma'am. Yeah. Hello. I am Hasna Umma Katil. I did +2. Then I did hospital administration course. English, I am very well versed in English. I studied from Abu Dhabi. Grammar is also okay, but long gap has come in between. So some touch problem. Okay. I have a daughter. She's studying in 9th standard.
near to our home. Okay. Yeah. Hospital administration എവിടെയാ ചെയ്തേ? Can you repeat it? Hospital administration course എവിടെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ ചെയ്തിരുന്നു, പക്ഷെ ദൂരെയുള്ള സ്ഥലത്താണ് ജോലി കിട്ടിയത്. അതുകൊണ്ടാണ് മോണ്ടിസോറി അപ്ലൈ ചെയ്തത്. ഇവിടെയാണോ ചെയ്തത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? അതെ അതെ. ഓൺലൈൻ. ഓക്കെ മാം. ഓക്കെ, എന്റെ സൗണ്ട് തന്നെ എനിക്ക് കേൾക്കാമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, മെബിയ. ഹായ് മാം, എന്റെ പേര് മേബിയ. ഞാൻ കോതമംഗലം കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാ. 3 പിള്ളേര്. പിന്നെ ഇംഗ്ലീഷ് കുറച്ച് അത്ര അർത്ഥമൊന്നും ഒത്തിരി മനസ്സിലാവില്ല, എന്നാലും കുറച്ചൊക്കെ മനസ്സിലാവും. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഡിഗ്രി കഴിഞ്ഞ, ബികോം കഴിഞ്ഞ. Okay, Mebiya. Then Sophia. ഹായ് മാം. Yeah, hi Sophia. എൻ്റെ പേര് സൗഫിയ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം മണക്കാട് നിന്നാണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. ഞാൻ ബികോം ഗ്രാജുവേറ്റ് ആണ്. ഇംഗ്ലീഷ് കുഴപ്പമില്ല, പക്ഷേ സംസാരിക്കാൻ വലിയ കോൺഫിഡൻ്റ് ഇല്ല. അറിയാം, വായിക്കാനും പറയാനും ഒക്കെ ഓക്കെയാണ്. ഭയങ്കരമായിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. Okay, Sophia. അപ്പൊ ശരിയാക്കാം. താങ്ക് യു. Then Anida. Hi, ma'am. Good afternoon. Yeah. I am Anita from Kottayam. Now I am working in Kuwait. ഇംഗ്ലീഷില് ഗ്രാമർ സൈഡ് വീക്കാണ്. അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് മാത്രം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണ്, പക്ഷെ ഗ്രാമർ അത്ര ഓക്കെ അല്ല. ഗ്രാമർ അത്ര ഓക്കെ അല്ല. ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്, അതാണ് വീഡിയോ ഓൺ ആക്കാത്തത്. Yeah, it's okay. Yeah. Okay, Anida. Then Fatima. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. എൻ്റെ പേര് ഫാത്തിമ ബീഗം, സ്ഥലം കൊല്ലം. ഞാൻ BA എക്കണോമിക്സ് കഴിഞ്ഞു. ഒരു 6 വർഷം ഗ്യാപ്പുണ്ട്. 2 മക്കളുണ്ട്. ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ അറിയാം, പക്ഷെ ഗ്രാമർ ഒത്തിരി പാടാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു, പക്ഷെ ഗ്രാമർ ഭയങ്കര പാടാ. PSC എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൊക്കെ ഗ്രാമർ വന്നാലും കറക്കി കുത്തിയാണ് എഴുതണത്. സത്യം. Okay, Fatima. Thank you. Then Tajunisa. ആണോ പേര്? Tajunisa. ഹായ് മാം, എൻ്റെ പേര് താജുന്നിസ. എന്നെ കല്യാണം കഴിച്ചത് കൊല്ലം കരുനാഗപ്പള്ളി. ഞാൻ MA സോഷ്യോളജി പഠിച്ചതാണ്. ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. 2 മക്കളാണ്, 2 പെൺമക്കളാണ് ഉള്ളത്. പിന്നെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം, പക്ഷെ ഗ്രാമറിന്റെ കാര്യത്തിൽ കുറച്ചൊരു ബാക്കിലേക്കാണ്. Okay. Next, Avani. ഹായ് മാം, എൻ്റെ പേര് ആവണി. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് പഠിച്ചത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് കുഴപ്പമില്ല, എന്നാലും സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കുറവാണ്. Okay, Avani. Then Salma. ഹായ് മാം, ഞാൻ സൽമ. ഞാൻ തൃശ്ശൂർ ഇന്നാലക്കുടയിലാണ് എൻ്റെ വീട്. പിന്നെ മാരേജ് ചെയ്തേക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയിലാണ്. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. ശേഷം ഞാൻ MA ഓൺലൈനായിട്ട് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്യാൻ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കി. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ്ലൈനായിട്ട് മലപ്പുറത്ത് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു അക്കാദമിയിൽ ജോലി ചെയ്തിരുന്നു അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ
കല്യാണത്തിന് ശേഷം കഴിഞ്ഞിട്ട് ഇപ്പോ നിലമ്പൂര് ഭാഗത്ത് സ്ഥലം മാറ്റം കിട്ടി. ഇപ്പൊ പ്രഗ്നന്റ് ആയപ്പോ ദൂരക്ക് പോവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് ക്വിറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണ്, ഇരിങ്ങാലക്കുടയിലാണ്. അപ്പൊ വെറുതെ ഇരിക്കണ നേരം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്തേലും നമ്മ പഠിക്കാന്നുണ്ടെങ്കിൽ നമ്മ ആ ഒരു ടച്ച് പോകൂലല്ലോ. അപ്പൊ ഞാന് മോണ്ടിസോറിക്ക് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഇത് കഴിഞ്ഞിട്ട് മോണ്ടിസോറിക്ക് നോക്കണം. അപ്പത്തിനും പ്രസവം കാര്യങ്ങളൊക്കെ കഴിയും. കൊച്ചിച്ചിരി വലുതാകുമ്പം അങ്ങനെ ഇവിടെ അടുത്ത് ഇങ്ങനെ സ്കൂളിൽ നോക്കണം എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയം നമുക്ക് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അതെ അതെ, വെറുതെ ഇരുന്ന് നമ്മത് ഒരു ടച്ചും ഇല്ലാണ്ട് ഇപ്പൊ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മ വീട്ടുകാരായിട്ട് കൊച്ചിനെ നോക്കി അങ്ങനെ പോകും. അപ്പൊ നമ്മ ടൈം കളയണ്ട, എന്തേലും നാലക്ഷരം പഠിക്കുക, നമുക്ക് ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പോകാം. അപ്പൊ ഒരറിവും വെറുതെ പാഴാക്കണ്ടല്ലോ. വെരി ഗുഡ് ഡിസിഷൻ. ഓക്കെ, ആരും അങ്ങനെ എടുക്കാത്തൊരു തീരുമാനമാണ്. ഞാൻ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടോ പ്രഗ്നൻസി ടൈമില്. ഞാനും കല്യാണം കഴിഞ്ഞത് ഫെബ്രുവരിയിലാണ്. ഞാൻ തന്നെ ഇങ്ങനെ ആവുകയും ചെയ്തു. പിന്നെ നിലമ്പൂർക്ക് ഈ പെരിന്തമണ്ണന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരമുണ്ട്, 3 മണിക്കൂറോളം അങ്ങോട്ട് ദൂരെ പോണം. പിന്നെ അതേപോലെ തന്നെ 3 മണിക്കൂർ തിരിച്ചുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചങ്ങാണ്ട് ഇച്ചിരി ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇച്ചിരി പാടാണല്ലോ ട്രാവലിംഗ് ചെയ്യാനായിട്ട്. അപ്പൊ പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഓക്കെ സൽമ, ഓക്കെ, യാ, നമുക്ക് എപ്പോഴെങ്കിലും പിന്നീട് ഒരിക്കല് വീട്ടിലോട്ടൊക്കെ സംസാരിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, യാ. Then ഫസീന. ഹായ് മാം, എൻ്റെ പേര് ഫസീന. ഞാനിവിടെ മലപ്പുറം പെരിന്തൽമണ്ണയാണ് കല്യാണം കഴിച്ച സ്ഥലം. +2 കഴിഞ്ഞു, ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. മൂത്ത കുട്ടിക്ക് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ ആള് 1st സ്റ്റാൻഡേർഡിലും. പിന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം, പക്ഷെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഒരാളെ കണ്ട് സംസാരിക്കാൻ അത് പഠിച്ചെടുക്കണം. മാമിന്റെ ക്ലാസ്സിലൂടെ കഴിയുമെന്ന് സാധിക്കുന്നു. ഓക്കെ ഫസീന, താങ്ക് യു. സുധാ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. യാ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സുധ. ഞാൻ എറണാകുളം ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. 2 മക്കളുണ്ട്. BA സോഷ്യോളജി ആയിരുന്നു. നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇംഗ്ലീഷ് പേടിയില്ല, പക്ഷെ ഫ്ലുവൻ്റ് ആയിട്ടൊന്നും സംസാരിക്കില്ല. എഴുതാനും വായിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ എന്തായാലും ഇംഗ്ലീഷ് പഠിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ്സിൽ നല്ല കോൺഫിഡൻസോടെ വന്നിരിക്കുന്നത്. മാം എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്, പക്ഷെ എങ്ങനെയാലും ഇംഗ്ലീഷ് പഠിക്കണം. മക്കളോട് സംസാരിക്കും ചെറിയ രീതിയിലൊക്കെ. താങ്ക് യു. ഓക്കെ സുധാ. Then പ്രജിഷ. പ്രജിഷ ക്ലാസ്സിലുണ്ടോ? ഉണ്ട് മിസ്സേ, എൻ്റെ പേര് പ്രജിഷ. ഞാൻ ഇവിടെ പാലക്കാടാണ് എൻ്റെ സ്ഥലം. BA ഇംഗ്ലീഷ് പഠിച്ചതാണ്. പിന്നെ ഒരു മാരേജ് കഴിഞ്ഞിട്ട് ഒരു 12 വർഷം ഗ്യാപ്പ് ഉണ്ട്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് വീട്ടില്, അത്രേ. പിന്നെ ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയാം, പക്ഷെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ. ഓക്കെ പ്രജിഷ, നമുക്ക് എല്ലാം റെഡി ആക്കാം. ഓക്കെ, പേടിയൊക്കെ മാറ്റാം. നെക്സ്റ്റ് ജയശ്രീ. ഞാൻ പറഞ്ഞതാണ് മിസ്, എന്നാലും ഹലോ, ചുമ്മാ കേൾക്കുന്നുണ്ടോ? എറണാകുളമാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റ് പറവൂരാണ്. ഡാൻസ് മിസ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻഫനിസ സ്കൂളിൽ. 3 കുട്ടികള്, ഒരാള് 9th സ്റ്റാൻഡേർഡ്, ഒരാള് 6th, മോള് LKG. പിന്നെ CBSE സ്കൂളിലാണ് പോയിരുന്നത് ഡാൻസ് മിസ്സായിട്ട്. അപ്പൊ അവിടെ ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് ഇടയ്ക്ക് ഇങ്ങനെ പറയണായിരുന്നു കുട്ടികളോട്. അത്യാവശ്യം പറയും, ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്. എന്നാലും ഇംഗ്ലീഷ് പറയുമ്പോ അവര് ഇതേപോലെ കളിയാക്കൊക്കെ ചെയ്യും. അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ അവര് കളിയാക്കും. അപ്പൊ എന്തായാലും പഠിച്ചെടുക്കണം മിസ്.
അതെ. പിന്നെന്താ, ബികോം കഴിഞ്ഞതാണ്. ബികോം CA 2008 പാസ്റ്റ്. പിന്നെ അതിന് ശേഷമാണ് വീട്ടിലായി പോയത്. പിന്നെ ഡാൻസ് ആയിരുന്നു കണ്ടിന്യൂ ചെയ്തത്. ഭരതനാട്യം അങ്ങനെ പഠിപ്പിക്കും. കുട്ടികളെ അരങ്ങേറ്റമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുട്ടികളെ പഠിപ്പിച്ച് ഇങ്ങനെ പോണു മിസ്. Okay, Jayashree. ഓക്കെ മിസ്, താങ്ക് യു മിസ്. Last one, Justina. Justina Abin. ആളില്ല, ക്ലാസ്സിലില്ല. ഓക്കെ, മേഘ, ഞാൻ മെസ്സേജ് കണ്ടു കേട്ടോ. സൗണ്ട് ഇല്ല. പനിയാണോ പണിയാണോ എന്ന് ഉദ്ദേശിച്ചത്? പനിയാണോ? ഓക്കെ, എന്തായാലും മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ കുറച്ചുപേര് മാത്രമാണ് സംസാരിച്ചത്, ബാക്കി ആരും മിണ്ടുന്നില്ല. സമയമില്ല, അല്ല എല്ലാവർക്കും സംസാരിക്കാനുള്ള നമുക്ക് ടൈം ഇല്ല. ഓക്കെ, അപ്പോ പറയാനുള്ളത് ഇത്രയാണ്. നിങ്ങൾ തന്നെ ഇപ്പൊ കേട്ടു, എല്ലാവരും സംസാരിച്ചു, എല്ലാവരും ക്വാളിഫിക്കേഷൻ ഒക്കെ പറഞ്ഞു. വിളിച്ചപ്പോ വിളിയിട്ടില്ലല്ലോ, എവിടെയായിരുന്നോ? ആരാണ്, പേരെന്തായിരുന്നു? ബിൻസി. ബിൻസിനെ ഞാൻ വിളിച്ചോ? ഞാൻ വിളിച്ചില്ലല്ലോ. വിളിച്ചില്ല. ഓക്കെ ബിൻസി, പറയൂ. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ബിൻസി. ഞാൻ +2 കഴിഞ്ഞിട്ട് GNM കോഴ്സാണ് ചെയ്തത്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഗ്യാപ്പായി. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി, ഗ്യാപ്പായി. ഇപ്പം വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് മോണ്ടിസോറി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ഗ്രാമറും അറിയത്തില്ല. ഇംഗ്ലീഷ് പേടിയാണ്. ക്ലാസ്സിലൂടെ മാറുമെന്ന് വിചാരിക്കുന്നു. മാറും, ഷുവറാണ്. ഞാൻ പറയുന്നു, ഇംഗ്ലീഷ് നമുക്ക് അറിയാമെങ്കിലും സംസാരിക്കും പെട്ടെന്ന് വാക്കുകൾ കിട്ടത്തില്ല, അതാണ് പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നം അങ്ങനെയൊക്കെ തന്നെ. മിക്ക ക്ലാസ്സിലും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. സംസാരിക്കുന്നത് വാക്കുകൾ കിട്ടുന്നില്ല, സ്റ്റക്ക് ആകുന്നു, പേടിയാണ്, ഇതൊക്കെയാണ് പ്രോബ്ലം. എല്ലാം ആണ്, എല്ലാവരും ഫേസ് ചെയ്യുന്ന സെയിം പ്രോബ്ലം തന്നെയാണ്. ക്ലിയർ മീൻസ് ഓക്കെ. അപ്പൊ പറഞ്ഞു വരുന്നത്, നിങ്ങള് എല്ലാവരും ക്വാളിഫൈഡ് ആയവരും അല്ലാത്തവരും ഉണ്ട്, പേടിയുള്ളവരുണ്ട്, പേടിയില്ലാത്തവരുണ്ട്, സംസാരിക്കാൻ അറിയുന്നവരും അറിയാത്തവരുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെയാ പഠിപ്പിക്കേണ്ടേ ആലോചിച്ച് നോക്കി. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിപ്പിക്കാം, അല്ലെ? കാരണം അറിയാവുന്നവർക്ക് വേണ്ടി നമ്മൾ എന്ത് പഠിപ്പിക്കാൻ? അവർക്ക് സംസാരിക്കാനും അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഒട്ടും അറിയാത്തവരുണ്ട് ക്ലാസ്സിൽ. അല്ല, എന്തെങ്കിലും പഠിക്കാം, കുറച്ചെങ്കിലും സംസാരിക്കാൻ പഠിക്കാം, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഗ്രാമർ മെയിനായിട്ട് ഞാൻ കോഴ്സിൽ ക്ലാസ് എടുക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇല്ല എന്നല്ല കേട്ടോ, പക്ഷെ നമ്മുടെ സബ്ജക്ട് അങ്ങനെയാണ്. മോണ്ടിസോറിയില് ഇംഗ്ലീഷ് സബ്ജക്ട് നിങ്ങൾ ടെക്സ്റ്റ് കിട്ടിയിരുന്നോ? നിങ്ങൾ നോക്കിയിരുന്നോ എപ്പോഴെങ്കിലും? കിട്ടിയില്ല, കിട്ടോ കിട്ടാത്തവർക്ക് കിട്ടോ കേട്ടോ. അപ്പോ ടെക്സ്റ്റില് നമ്മൾ മെയിൻ ആയിട്ട് ഗ്രാമർ ആണ് കേട്ടോ, ഗ്രാമറാണ് പഠിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്യാവശ്യം വലിയ സ്റ്റുഡൻസ് ആണ്, അല്ലെ? പക്ഷെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ആരെയാണ്? കുഞ്ഞു മക്കളെയാണ്, അല്ലെ? അപ്പൊ അവർക്ക് പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രാമർ അറിഞ്ഞിരിക്കണം. കാരണം അവർ ചോദിക്കുന്ന ഡൗട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത തരം ചിലപ്പോൾ ഡൗട്ട് ആയിരിക്കാം. അതുപോലെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം, അല്ലെ? നമുക്ക് അറിയണം. സോ എല്ലാ ഗ്രാമർ ആണെങ്കിലും നമുക്ക് അറിയാത്ത ഒരുപാട് പോർഷൻസ് ഉണ്ട്. ടെൻസ് നിങ്ങൾ കേൾക്കുമ്പോൾ ചിന്തിക്കുന്ന ഗ്രാമർ ഓക്കെ ടെൻസ് അല്ലേ എന്ന് വിചാരിക്കും, പക്ഷെ ടെൻസ് അല്ല കേട്ടോ. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രാമറിലുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് നിങ്ങൾ ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് മെയിൻ ആയിട്ട് കേട്ടോ. അപ്പൊ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് നമുക്ക് ഇതിലൂടെ ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. പിന്നെ പറയാനുള്ളത്, സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ സംസാരിക്കാനുള്ള ടൈം നമ്മുടെ ക്ലാസ്സിൽ കിട്ടുമോ എന്ന് സംശയമാണ് കേട്ടോ. കാരണം ഗ്രാമർ എല്ലാം പഠിപ്പിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് കോഴ്സിന്റെ ഡ്യൂറേഷൻ ഏകദേശം ആകും. കാരണം ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ പോകാനോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ പെട്ടെന്ന് എടുത്ത് പോകാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ്, അല്ലെ? അങ്ങനത്തെ ഒരു സബ്ജക്റ്റും കൂടിയാണ്. കാരണം നിങ്ങളത് പറഞ്ഞ് നന്നായിട്ട് മനസ്സിലാക്കി തന്നാൽ മാത്രമേ എനിക്ക് അടുത്ത പോർഷനിലേക്ക് പോകാൻ പറ്റൂ. അല്ലാതെ ടൈമില്ല എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാനുള്ള ടൈം കിട്ടുമോ എന്നാണ് എനിക്ക് അത്രയും ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടി ഞാൻ പറയാം, നിങ്ങൾ ഗ്രാമർ സൈഡ് നിങ്ങൾ നന്നായിട്ട് പഠിക്കും. ഓക്കെ, അത് ഈ കോഴ്സ് കൊണ്ട് ഗ്രാമറിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടോ ഒന്നും ഉണ്ടാവില്ല, അത് ഷുവർ ആണ് കേട്ടോ. ഗ്രാമർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാനും പറ്റും.
കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമുക്ക് ഒരു ലാംഗ്വേജ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഗ്രാമർ അറിഞ്ഞിരിക്കേണ്ട സ്വാഭാവികമാണ്, സത്യമാണ്. ഗ്രാമർ അറിയേണ്ട ആവശ്യമില്ല നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ. നമ്മൾ ഏതൊരു ലാംഗ്വേജും പുതിയ ലാംഗ്വേജ് പഠിച്ചാലും അത് ഗ്രാമർ സൈഡ് പഠിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. ഇവൻ നമ്മൾ മലയാളം പോലും സംസാരിച്ച എങ്ങനെയായിരുന്നു? ആദ്യം ഗ്രാമർ പഠിച്ചിട്ടാണോ? ഒരിക്കലല്ല. കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഗ്രാമർ ആവശ്യമില്ല, പക്ഷേ അത് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഗ്രാമർ എന്തായാലും അറിയണം. അല്ലെ, തെറ്റില്ല, നമ്മൾ പറയുന്ന കാര്യം തെറ്റില്ല എന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റും. അല്ലെ, ഇപ്പൊ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരാളും ഒന്ന് UK പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കും? കാരണം എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് പറ്റില്ല. അല്ലെ, നമ്മൾ ഏതൊക്കെ രീതിയിലാണെങ്കിലും അത് സംസാരിച്ച് കാര്യം മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ വിശക്കണം പറയണമെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി ഇംഗ്ലീഷ് പറഞ്ഞ് അവർക്ക് മനസ്സിലാകും നമ്മൾ പറയുന്നത് എന്താണെന്ന്. പക്ഷെ നമുക്കറിയാം നമ്മൾ പറയുന്നത് പൊട്ടത്തെറ്റാണെന്ന്. അതെന്തുകൊണ്ടാണ്? ഗ്രാമർ അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഗ്രാമർ അറിയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ സംസാരിക്കുന്ന സ്റ്റൈലും എഴുതുന്ന സ്റ്റൈലും രണ്ടാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെയാണോ ഞാൻ എഴുതുക? ഒരിക്കലും ഇല്ല. അല്ലെ, ഇപ്പൊ ഞാൻ പറയുന്ന ഈ നമ്മൾ എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മാന്ന് പറയും, പക്ഷെ എഴുതുന്ന എങ്ങനെയാണ്? നമ്മൾ എന്നാണ്. അല്ലെ, അത് ഏത് ലാംഗ്വേജ് എങ്ങനെയാണ്? നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല എഴുതുമ്പോ. അപ്പൊ ലിറ്ററലി നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതണമെങ്കിൽ പോലും ഗ്രാമർ ആവശ്യമാണ്. അതായത് പറഞ്ഞു വരുന്ന ഗ്രാമർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അത് ഏത് ലാംഗ്വേജ് ആണെങ്കിൽ പോലും ഗ്രാമർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇംഗ്ലീഷിന് പേടിയുള്ളവര് ഒരു ലാംഗ്വേജ് നമ്മൾ പേടിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ. ഇപ്പൊ ഇംഗ്ലീഷ് നമ്മൾ പണ്ട് മുതലേ അങ്ങനെ പേടിച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ആ പേടി നമ്മൾ ഉള്ളിലിരിക്കുന്നത്. സ്കൂൾ ടൈമിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷിന് നല്ല മാർക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പേടിപ്പിച്ച ഒരു സബ്ജക്റ്റ് ആണ്. ഇവിടെ എനിക്ക് പോലും ഓക്കെ പേടിയായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചു അതിനറിഞ്ഞു വരുമ്പോഴാണ് അത് ഏതൊരു കാര്യത്തോട് നമുക്ക് പേടി മാറാം. അപ്പോ എന്താണെങ്കിൽ പോലത്തെ ഫേസ് ചെയ്യാൻ നോക്കാം. ഞാൻ ക്ലാസ്സിൽ എന്ത് പറഞ്ഞാലും എന്ത് വർക്ക് പറഞ്ഞാലും അത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അത് ആ ഒരു സ്പിരിറ്റോട് കൂടി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതെല്ലാം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ക്ലാസ്സിൽ നന്നായിട്ട് ആക്റ്റീവായിട്ട് പോവുക. ഒരിക്കലും ക്ലാസ്സിൽ മിണ്ടാതിരിക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കുക. അത് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം ഒരു നിർബന്ധവും ഇല്ല. ക്ലാസ്സിൽ എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കണം, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഓക്കെ, ഇംഗ്ലീഷ് ആണല്ലോ, അറിയാത്ത സബ്ജക്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചോ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്നൊക്കെ വിചാരിച്ചത് ഇരിക്കരുത് കേട്ടോ. ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ പോലും ഇതൊക്കെ മനസ്സിലാവുന്നില്ല എങ്കിൽ അപ്പൊ തന്നെ എന്നോട് പറയും. ഇനി അത് പറഞ്ഞ മിസ്സിന് എന്ത് വിചാരിക്കും, മിസ് എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കണ്ട. ഞാനൊന്നും വിചാരിക്കില്ല. പിന്നെ ഇനിയിപ്പോ ഒരു പ്രാവശ്യം പറഞ്ഞു മനസ്സിലായില്ല, രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു എന്നിട്ട് മനസ്സിലായില്ല, മൂന്നാമത്തെ ചോദിക്കാൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മടി വരും. അയ്യോ മിസ്സിന് എന്ത് ബുദ്ധിമുട്ടാകും അങ്ങനെ ചോദിച്ചാല് എന്ന് തോന്നും. പക്ഷെ അത് തോന്നണ്ട കേട്ടോ, അങ്ങനെയൊന്നുമില്ല. എന്തുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ആണെങ്കിലും എന്താണെങ്കിലും ചോദിക്കുക, എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദിക്കുക. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുന്നവരാണ്. ഞാൻ ചെയ്യേണ്ടത് നിങ്ങളെ പഠിപ്പിക്കാനാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് ചിന്തിക്കുന്നത് നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്നല്ലേ? ഒരിക്കലും നിങ്ങൾക്ക് സ്റ്റുഡൻസ് അല്ല കേട്ടോ, നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. മോണ്ടിസോറി കോഴ്സിൽ ജോയിൻ ചെയ്തത് മുതൽ നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ടീച്ചർ അല്ല, ഞാൻ നിങ്ങളുടെ ഒരു മെന്റർ ആണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഉള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം, എല്ലാം ഞാൻ പഠിപ്പിക്കണം, മിസ് എല്ലാം പഠിപ്പിച്ചു തരണം എന്നൊരു ചിന്ത ഒന്നും വേണ്ട കേട്ടോ. ഒരു ടോപ്പിക്ക് ഞാനിപ്പോ എടുക്കുന്ന ക്ലാസ്സിൽ എടുക്കുന്ന എന്തെങ്കിലും ടോപ്പിക് ആയിക്കോട്ടെ, ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ ബിഗിനേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ബിഗിൻ ചെയ്ത് വെക്കുന്നതായിരിക്കാം ആ ടോപ്പിക്ക്. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടാകാം. അതൊന്നും എനിക്ക് ക്ലാസ്സിൽ ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. കാരണം അങ്ങനത്തെ അത്രയും പറയേണ്ട ആവശ്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടാകില്ല. കാരണം നിങ്ങളെ പഠിപ്പിക്കേണ്ട ഇത്രയും ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു നൗൺ എന്താണ് നൗൺ, അത് മാത്രം എനിക്ക് പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാകിരിക്കുള്ളൂ. അതായിരിക്കും നിങ്ങൾ ടെക്സ്റ്റിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നൗണിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ എന്തൊരു കാര്യമാണ് പഠിപ്പിക്കുന്നെങ്കിലും നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരുപാട് അറിയേണ്ടതുണ്ട്. എന്തായാലും അറിയണം, കാരണം നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സിന് ആരെങ്കിലും ഡൗട്ട് ചോദിച്ചാലും അത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ആ കപ്പാസിറ്റി നമ്മ വളർത്തിയെടുക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ എപ്പോഴും മിസ് അത് പറഞ്ഞു തരട്ടെ, മിസ്സിനോട് ചോദിക്കാം, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ സ്വയം എല്ലാ കാര്യങ്ങളും പഠിക്കാൻ നോക്കാം.
പണ്ടത്തെ പോലെയല്ലല്ലോ, നമുക്ക് എല്ലായിടത്തും ഒരുപാട് സോഴ്സസ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫോൺ തന്നെ മതി നമുക്ക് ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടാതെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അല്ല അറിയണം. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ സ്വയം പഠിക്കുക, ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, റെഫർ ചെയ്യുക, പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ ഏതൊരു സബ്ജക്റ്റും ഏതൊരു ലാംഗ്വേജും പഠിക്കുന്നത്. എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഞാനത് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഐഡിയാസ് ഒക്കെ തരും. എങ്ങനെയാണ് ഇത് പഠിക്കുക, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അത് വരുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒരു ഞാനത് തുടങ്ങി വെക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ചൊരു ബ്രീഫ് ഇൻഫർമേഷൻസ് ഞാൻ തരും. പക്ഷെ കുറച്ചുകൂടെ അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം പഠിക്കേണ്ടതാണ്. ആസ് എ ടീച്ചർ എപ്പോഴും ഞാൻ പറയും, ഇനി ചിലപ്പോൾ പറയാൻ പറ്റുന്നതല്ല, ടീച്ചർ ആണെന്ന് ചിന്തിക്കുക എപ്പോഴും. സ്റ്റുഡൻസ് അല്ലാണ്ട് നിങ്ങൾ ടീച്ചറാണ്. ഓക്കെ, കൊച്ചുകുട്ടികളും അല്ല, അറിയാലോ നിങ്ങൾക്ക് കൊച്ചുകുട്ടികളൊന്നും അല്ല. അപ്പോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ് മുതൽ മാറാൻ നോക്കുക. ഇതുവരെ ഓക്കെ, ഫാസ്റ്റ് നമ്മൾ നോക്കണ്ട, ഫാസ്റ്റ് ഇസ് ഫാസ്റ്റ്, അത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എങ്ങനെയാണ്, ഇന്ന് മുതൽ ലൈഫിൽ എന്തെല്ലാം ചേഞ്ചസ് വേണം, നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞ് വന്നവരുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലെ. ഹൗസ് വൈഫ് ആണ്, മദർ ആണ്, എല്ലാവരും. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും എല്ലാം നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സമയമില്ലാത്തവരുണ്ട്. പക്ഷെ സമയമില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ് കേട്ടോ. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് മക്കളുണ്ട്, മോനുണ്ട്, സമയമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അതെ, അങ്ങനെയാണ്. ഇതെന്താണ്, പഠിക്കണ കാര്യം നമുക്ക് പണ്ട് തുടങ്ങി ഇഷ്ടമല്ല, അതിപ്പോഴും ഇഷ്ടമല്ല, അതുകൊണ്ട് അതിന് സമയമില്ല. അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സമയം കണ്ടെത്തിയിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ സമയമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ ലോകത്ത് എല്ലാവർക്കും ഒരേപോലെയാണ് സമയമുള്ളത്. ഓക്കെ, മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഒരിക്കലും ഇനി അങ്ങോട്ട് സമയം പാഴാക്കാൻ പാടില്ല. ഇതുവരെ പാഴാക്കി. ഇമോജി മാറിപ്പോയതാണോ ഷിനു? ആലോചിക്കണ്ടാട്ടോ. മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോ സമയമില്ല എന്ന് പറയണ്ട, സമയമുണ്ട്. പിന്നെ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കും, എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് സംസാരിക്കുക? ആലോചിക്കാത്തവരായിട്ട് ആരുമില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇഷ്ടപ്പെടുന്നവരെ ഓരോരുത്തരും അങ്ങനെ ആലോചിക്കാറുണ്ട്. എങ്ങനെയാ ഇത് നന്നായിട്ട് സംസാരിക്കുക? അത്ഭുതത്തോട് നോക്കിയിട്ട് അതിന്റെ പുറകില് അവർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ? റിസൾട്ട് മാത്രമാണ് നമുക്ക് ആവശ്യം. അതിന് ബാക്കിലുള്ള അവർ എത്രത്തോളം എഫേർട്ട് എടുത്തു എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്യാത്തവരും എഫേർട്ട് എടുക്കാത്തവരും ലൈഫില് ഒന്നും തന്നെ അച്ചീവ് ചെയ്തിട്ടില്ല കേട്ടോ. കൈ നനയാതെ മീനെ പിടിക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യാം നന്നായിട്ട്. ഇന്ന് മുതല് പഠിക്കുക. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ എന്റെ സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. സോ ഇംഗ്ലീഷ് ഇന്ന് മുതൽ പഠിക്കും എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു എന്താണ് ഒരു പ്രതിജ്ഞയോ എന്ന് വേണമെങ്കിൽ എടുക്കാൻ നിങ്ങൾക്ക്. പക്ഷെ അത് ഫോളോ ചെയ്യണമെന്ന് മാത്രം. പറയാനും അത് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനൊക്കെ എളുപ്പമാണ്. അത് ഇപ്പോ ഒരുപാട് പേര് പഠിക്കാനൊക്കെ എളുപ്പമാണ്. ഫോളോ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഓക്കെ, ഇന്നൊരു ദിവസം പഠിച്ചിട്ട് നാളെ നിങ്ങൾ പഠിക്കില്ല, ഷുവർ ആണ്, വെച്ചേക്കാൻ പറ്റും നമുക്ക്. രണ്ടു ദിവസം ഞാൻ പറയുന്ന കാര്യം ഫോളോ ചെയ്യും. അത് കഴിഞ്ഞ് പണ്ടത്തെ ചെറിയ നിങ്ങുമ്പോ തന്നെ കയറും. പണ്ടത്തെ പോലെ തന്നെയാവും നിങ്ങള്. കാരണം എന്താണ്, ശീലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഒരു ഹാബിറ്റ് ആക്കി എടുക്കാം. ഓക്കെ, നമ്മള് ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 to 30 days നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി അത് ഹാബിറ്റ് ആയിട്ട് മാറും. മനസ്സിലായോ? പിന്നീട് നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതങ്ങനെയാണ്. ചായ കുടിക്കുന്ന എത്ര പേരുണ്ട് ക്ലാസ്സില്? എല്ലാവരും ചായ കുടിക്കുന്നതാണോ? ആണോ? ആണോ? അല്ലെ, രാവിലെ ഒരു ചായ വൈകിട്ടൊരു ചായ, അതില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു അസ്വസ്ഥതയാണ്. പ്രത്യേകിച്ച് വരുന്നവരുണ്ട്. അതെ, അതൊരു ശീലമായതുകൊണ്ടാണ് കേട്ടോ. അത് ഹാബിറ്റായി മാറി. അതുകൊണ്ടാണ് നമ്മൾ ആക്കിയെടുത്തതാണ്. അതുപോലെ ഇതും ഒരു ഹാബിറ്റ് ആക്കുക. പല പല നല്ല നല്ല ഹാബിറ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഈ ചായ നമ്മള് ജനിച്ചപ്പോഴേ തന്നൊരു കാര്യമല്ലല്ലോ, അല്ലെ, നിങ്ങളായിട്ട് വളർത്തിയെടുത്തൊരു ഹാബിറ്റ് ആണ്. നല്ല ഹാബിറ്റ് ആണോ അത്? നിങ്ങൾക്ക് അറിയോ? നല്ല ഹാബിറ്റ് ആണോ? അറിയാം, എന്നാലും അല്ലാന്നറിയാം, കുട്ടിക്കാണ്ട് ശരിയാവില്ല. അതിന് എല്ലാം അറിയാം. ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്,
എല്ലാം അറിയാം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രം ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല? അതെന്താണ്? മടിയാണ് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടൊന്നല്ല, മടിയാണ്, അസല് മടിയാണ് നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ട് മിസ് എനിക്ക് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, സംസാരിക്കാൻ അറിയില്ല. പക്ഷെ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പക്ഷെ വീട്ടിലാരുമില്ല മിസ് സംസാരിക്കാൻ. അതെ, അതൊരു കാരണമാണ്. ചിലര് പറയും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അകത്ത് സംസാരിച്ചേനെ എന്നൊക്കെ പറയുന്നവരും ഞാൻ അടക്കം പറഞ്ഞിരുന്നതാണ്. പക്ഷെ അങ്ങനെ ആരും വരൂല കേട്ടോ. എത്രനാൾ കാത്തിൽ നടക്കുന്ന ആളെ വരില്ല. ഓക്കെ, അതുകൊണ്ട് ഒറ്റയ്ക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ തന്നെ സംസാരിക്കുക, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പഠിക്കുക, പല കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ പഠിക്കണം. ഓക്കെ, അതൊക്കെ മറ്റൊരാളെ എനിക്കതിന് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ ആരും വരില്ല, അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം ഒറ്റയ്ക്ക് തന്നെ പഠിക്കാൻ നോക്കാം. ഇപ്പൊ നിങ്ങള് ഇനിയിപ്പോ സംസാരിക്കാൻ ഇല്ലാന്ന് പറയണ്ട. നിങ്ങളിപ്പോ ഇത്രയും സ്റ്റുഡൻസ് നിങ്ങൾക്ക് ക്ലാസ്സിലുണ്ട്, നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് അറിയോ? ആണോ? അറിയോ? പരസ്പരം അറിയില്ല മിസ്. കാണുന്നുണ്ട് പേര്. അറിയില്ല. ഗ്രൂപ്പ് ഉണ്ട്. ചിലരെയൊക്കെ അറിയാം. ഗ്രൂപ്പുണ്ട്, എല്ലാവരും ഗ്രൂപ്പുണ്ട്. പക്ഷെ ആക്റ്റീവ് അല്ലാത്ത ഗ്രൂപ്പാണ് പല. ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്. ആണോ? ഗ്രൂപ്പിൽ ആഡ് ചെയ്തവരൊക്കെ ഒന്ന് ആഡ് ചെയ്യട്ടോ. അപ്പൊ സംസാരിക്കാൻ ആളില്ലാന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പോ ഇത്രയും പേര് സംസാരിക്കാനുണ്ട്, ഇനിയിപ്പോ ആളില്ലാന്ന് പറയണ്ട. ഓക്കെ, പ്ലീസ് ആഡ് മീ ഇൻ ഗ്രൂപ്പ്. പ്ലീസ് ആഡ് മീ ഇൻ ഗ്രൂപ്പ്. ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഞാൻ പോയിട്ട് നിങ്ങൾ സംസാരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ തന്നെ പോകും. ഓക്കെ, പിന്നെ എന്താണ്? നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യും വാട്സാപ്പില്. നിങ്ങൾ പലതും ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കണം. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവരുണ്ട്, ടെക്സ്റ്റ് ചെയ്യുമെന്ന് മാത്രം അല്ലേ? എല്ലാരും എന്താണെങ്കിലും ഇപ്പൊ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുള്ളൂ. എന്തെങ്കിലും വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ച് വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടോ? ഇല്ല, കുറവാണ്, സംസാരിക്കില്ല. അതാണ് നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മളതെല്ലാം കാണുന്നില്ല എന്ന് മാത്രം. അതില് അഡ്മിന്മാര് മാത്രമേ ഉള്ളൂ. ആ ഗ്രൂപ്പ് അല്ലേ? വേറെ ഗ്രൂപ്പ് ഉണ്ടോ? ഗ്രൂപ്പിന്റെ കാര്യമില്ല, ഇപ്പൊ പറയൂട്ടോ. ഞാൻ ക്ലാസ്സിൽ നിന്ന് പോകുമ്പോ അവരൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, I am very interested to speak in English, but not in fluency. അതാണ്. ഇപ്പൊ നമ്മള് കുക്കിംഗ് ഒക്കെ പഠിച്ച് പാസ്സായാണോ എല്ലാവരും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയത്? ആണോ? അല്ല, നിങ്ങൾ എങ്ങനെ പഠിച്ചു? നിങ്ങൾ എങ്ങനെയാ പഠിച്ചേ? ചായ വരെ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ചെയ്തല്ലേ പഠിച്ചത്? യെസ്. അതെ, അത്രേ ഉള്ളൂ. ഇത് അങ്ങനെയാണ്, പറഞ്ഞു വേണം പഠിക്കാൻ. നമ്മള് മലയാളം പഠിച്ചത് എങ്ങനെയാണ്? പറഞ്ഞു പറഞ്ഞാണ്. അപ്പൊ ഇതും പറയണ്ടേ? ഇതെന്താണ് പറയാൻ? നാണക്കേടാണ്, സത്യത്തിന് നാണക്കേടാണ്. കളിയാക്കോ എന്നൊരു പേടിയാണ്. ആ പേടിയാണ് മാറ്റാം. ആ പേടി കൊണ്ട് നമുക്ക് വലിയ ഉപകാരമൊന്നും കിട്ടാനില്ല. ആ പേടി മാറ്റിയാലോ നമുക്ക് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കുറെ നിങ്ങൾ മാറാം എല്ലാവരും. നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് ഈഗോ ഒക്കെ ഉണ്ട്, ഈഗോ കുറച്ചൊരു കോംപ്ലക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ മാറ്റാം. ഓക്കെ, ഞാൻ ഇത്രയും പഠിച്ചാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇത്രയും പഠിച്ചാണ്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ പഠിച്ചാണ്, എന്നിട്ട് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുമ്പോ നാണക്കേടല്ലേ എന്ന് തോന്നും. അതും മാറ്റാട്ടോ, അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഒരു ലാംഗ്വേജ് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം. ഞാൻ ഇത്രയും പഠിച്ചു, പക്ഷെ എന്നെ അന്നൊന്നും നമ്മള് പഠിച്ച സമയത്ത് ഞാനും ലിറ്ററേച്ചർ ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ പഠിക്കുന്ന ലിറ്ററേച്ചർ ആണ്, പക്ഷെ നമ്മളത് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടോ ആ ലിറ്ററേച്ചർ ഒക്കെ? ഒരിക്കലും ഇല്ല അല്ലേ? വെറുതെ എന്തിനോ പഠിച്ചു. നമ്മള് ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് ഒരിക്കലും ഒരു ടീച്ചേഴ്സും ഇതുവരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മുടെ സിലബസിന്റെ കുറ്റാണ് കേട്ടോ. നമുക്ക് വേണ്ടി സിലബസിന് ഇട്ട് വെക്കാം, കുഴപ്പമില്ല. ഓക്കെ, അതുകൊണ്ട് ഇനി മുതൽ പഠിക്കാൻ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സോടും കൂടി നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും, സമയമില്ല. അപ്പോൾ തന്നെ 10:30 ആയി. ഓക്കെ, ഇനി ഇത്രയും നേരം സംസാരിച്ച എന്നോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആസ് എ ഇംഗ്ലീഷ് ടീച്ചർ നിങ്ങൾ ഓക്കെ ആണോ? കംഫർട്ടബിൾ ആണോ ക്ലാസ്സില്? വെരി ഗുഡ് ക്ലാസ് മിസ്. വെരി ഗുഡ് ഇൻഫർമേഷൻ. ഓക്കെ ആണ്. അപ്പോ ആണ് ക്ലാസ്സിൽ വേറെ കുഴപ്പമൊന്നുമില്ലോ? കൂളായിട്ട് വന്ന് ക്ലാസ് ഇരിക്കാലോ? മാം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരൊക്കെയാണ്? പറയൂ. അതെ, ഞാനിപ്പോ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇനി എനിക്ക് വല്ല ആശുപത്രി കേസ് അല്ലെങ്കിൽ മാം വർക്ക് പറഞ്ഞിട്ട് ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കേൾക്കാം. വർക്ക് പറഞ്ഞ ടൈമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഹോസ്പിറ്റലാണ് എന്നൊക്കെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കത് ഇനി അങ്ങോട്ട് ക്ലാസ്സിലിരിക്കുമ്പോ ഞാൻ പറയാം കേട്ടോ.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് PR-നെ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിട്ട് എന്നോട് നിങ്ങൾ പറഞ്ഞാലും മതി. ഓക്കെ. പിന്നെ ഒരു കാര്യം, മാക്സിമം ഇംഗ്ലീഷ് ക്ലാസ് ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. റെക്കോർഡ് ക്ലാസ് എന്റെ ക്ലാസ് ആയതുകൊണ്ട് പറയല, മഹാബോറാണ്. ഓക്കെ, നിങ്ങളെ ഇല്ല, അതുകൊണ്ട് മാക്സിമം ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, കാരണം ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തോ നെയിം ഒന്ന് പറയൂ. ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. എന്റെ പേരോ? അതിന്റെ പേര് അശ്വതി. അശ്വതി മിസ്. ഓക്കെ, അശ്വതി മിസ്, മറക്കരുതിന്. അപ്പോ ഓക്കെ ആണല്ലോ ക്ലാസ്? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നൈസ് ടു മീറ്റ് യു മിസ്. ഹാവ് എ നൈസ് ഡേ. Nice to meet you, miss. Thank you, ma'am. ഞാൻ പറയട്ടെ, പറയാണോ? ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ടീച്ചറിനോടുള്ള പേടി മാറിയോ? ഓക്കെ അല്ലേ? സോ താങ്ക് യു പറയല്ല. സൈൻ ഇൻ പറഞ്ഞു, സൈൻ ഔട്ട് പറയണ്ടേ? ഈ ആചാരങ്ങൾ എന്ത് പറഞ്ഞിരുന്നോ എപ്പോഴെങ്കിലും? ആരെങ്കിലും സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് മാം. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ അശ്വതയാണ്. അടുത്ത ക്ലാസ്സിൽ എല്ലാവർക്കും വീണ്ടും കാണാം. ഓക്കെ അശ്വതി. Thank you all. See you on the next Thank class. you. Okay, thank you. Thank you. Thank you, ma'am. Hi all.